CPM-ന്റെ സൈബർ അണികളുടെ കാര്യം വല്ലാത്ത കഷ്ടമാണ്. തങ്ങളെ അനുകൂലിക്കുന്നവരാണെങ്കിൽ അവരെ എന്ത് വില കൊടുത്തും പിന്തുണയ്ക്കും, കൂടെ നിൽക്കും. അതേസമയം തങ്ങൾക്കെതിരെ ഒരു പ്രസ്താവന നടത്തിക്കഴിഞ്ഞാൽ അതാരാണെങ്കിലും, ഇനിയിപ്പോൾ പിണറായി വിജയനാണെങ്കിലും പൊങ്കാലയിടും, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴി തെറി പറയും എന്നതാണ് CPM സൈബർ കടന്തലുകളുടെ ഒരു നിലപാട്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസമാണ്, 2 ദിവസം മുൻപാണ് കേരളത്തിൻ്റെ മഹാനടൻ മമ്മൂട്ടി വയനാട്ടിലെ സർക്കാരിൻ്റെ ടൗൺഷിപ്പ് സന്ദർശിക്കാനായിട്ട് പോയത്. മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർക്ക് ഉള്ള ഒരു ടൗൺഷിപ്പാണ് അവിടെ സർക്കാർ നിർമ്മിക്കുന്നത്. അതിൻ്റെ ആദ്യഘട്ടത്തിൻ്റെ ഉദ്ഘാടനം ഈ മാസം 1-ാം തീയതിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചത്. 172 വീടുകൾ കൈമാറുന്ന ചടങ്ങായിരുന്നു. ആ ടൗൺഷിപ്പ് കാണാനും മനസ്സിലാക്കാനും ഒക്കെയാണ് 2 ദിവസം മുൻപ് മമ്മൂട്ടി അവിടെ എത്തിയത്. മമ്മൂട്ടിയുടെ സന്ദർശനം വളരെ സ്വകാര്യമായിരുന്നു, ഒരു സ്വകാര്യ സന്ദർശനമായിരുന്നു. മറ്റാരെയും അറിയിക്കാതെയാണ് മമ്മൂട്ടി അവിടെ വന്നത്. എന്നാൽ മമ്മൂട്ടിയുടെ സന്ദർശനത്തിൽ അവിടെ തുടക്കം മുതൽ തന്നെ വയനാട് CPM ജില്ലാ സെക്രട്ടറി K റഫീഖ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിൻ്റെ പിറകെ തോളോട് തോൾ ചേർന്ന് ഇങ്ങനെ റഫീഖ് നടക്കുകയായിരുന്നു. ഒരു ഘട്ടത്തിൽ മമ്മൂട്ടിക്ക് തിരിഞ്ഞു നിന്ന് റഫീഖിനോട് പറയേണ്ടി വന്നു, നിങ്ങൾ ഇങ്ങനെ എന്തിനാണ് എൻ്റെ പുറകെ എപ്പോഴും നടക്കുന്നത്? നിങ്ങൾ വിളിച്ചിട്ടാണ് ഞാൻ വന്നത് എന്ന് വിചാരിക്കില്ലേ, അങ്ങനെ മാറി നിന്നാൽ മതി എന്ന് മമ്മൂട്ടിക്ക് സ്വരം കടുപ്പിച്ച് പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായി. അത് പിന്നീട് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വിമർശനങ്ങൾക്ക് വിധേയമാകുന്നു. മമ്മൂട്ടിക്കെതിരെ CPM-ന്റെ സൈബർ കടന്തലുകൾ ഒന്നടങ്കം രംഗത്തിറങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. എല്ലാവരും മമ്മൂട്ടിയെ തെറി വിളിക്കുന്ന, മമ്മൂട്ടിയെ അധിക്ഷേപിക്കുന്ന, മമ്മൂട്ടിയെ ആക്ഷേപിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. മമ്മൂട്ടി നമുക്കറിയാം പാർട്ടി ചാനലായ കൈരളിയുടെ ചെയർമാനാണ്. ഒപ്പം തന്നെ അദ്ദേഹം തൻ്റെ നിലപാട്, രാഷ്ട്രീയ നിലപാട് വളരെ കാലം മുമ്പ് തന്നെ പരസ്യമായിട്ട് പ്രഖ്യാപിച്ച വ്യക്തിയാണ്. അദ്ദേഹം CPM-നോടൊപ്പം ചേർന്ന് പോകുന്ന, എല്ലാ കാലത്തും CPM-ന്റെ നയങ്ങളോടും സമീപനങ്ങളോടും ചേർന്ന് പോകുന്ന, അവരെ പിന്തുണയ്ക്കുന്ന ഒരു സെലിബ്രിറ്റിയാണ്. ആ രീതിയിൽ തന്നെയാണ് CPM-ന്റെ അണികളുമൊക്കെ തന്നെ മമ്മൂട്ടിയെ കണ്ടുകൊണ്ടിരുന്നത്. എന്നാൽ തൻ്റെ വളരെ സ്വകാര്യമായ ഒരു സന്ദർശനത്തിൽ ഇത്തരത്തിൽ അവിടുത്തെ പാർട്ടി ജില്ലാ സെക്രട്ടറി കൂടെ നടക്കുന്ന മമ്മൂട്ടിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹം അത് മുഖത്ത് നോക്കി പറയുകയും ചെയ്തു. അത് അത്തരത്തിൽ പറയണോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ടായിരുന്നു. എന്നാൽ മമ്മൂട്ടിക്കെതിരെ വലിയ രീതിയിലുള്ളൊരു സോഷ്യൽ മീഡിയ അറ്റാക്കാണ് പിന്നീട് നടന്നത്. അതിൽ ഈ പറയുന്ന സംസ്ഥാന തലത്തിലെ നേതാക്കളെ മാറ്റി നിർത്തിയാൽ അണികൾ മുതൽ പ്രമുഖരായിട്ടുള്ള നേതാക്കൾ എല്ലാവരും തന്നെ സോഷ്യൽ മീഡിയയിൽ K റഫീഖിനെ പുകഴ്ത്തിക്കൊണ്ടും അദ്ദേഹത്തോടുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടും മഹാനടനെക്കാട്ടിലും മുകളിലാണ് പാർട്ടി സെക്രട്ടറി, അത് ജില്ലാ സെക്രട്ടറി ആണെങ്കിലും ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആണെങ്കിലും പാർട്ടിക്ക് വലുത് സെക്രട്ടറിമാരാണ് എന്ന് പറഞ്ഞുകൊണ്ട് മമ്മൂട്ടിയെ എഴുത്തുക, മമ്മൂട്ടിയെ തെറിവിളിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഏതെങ്കിലും നേതാക്കൾ അതിനെ ശക്തമായ രീതിയിൽ തള്ളിപ്പറയുന്നത് നമ്മൾ കണ്ടില്ല. അത്തരത്തിൽ മമ്മൂട്ടിയെ തള്ളിപ്പറഞ്ഞ് K റഫീഖിനെ പുകഴ്ത്തിക്കൊണ്ടുള്ള ഇടത്, പ്രത്യേകിച്ച് CPM-ന്റെ സൈബർ ഹാൻഡിലുകളാണ് കഴിഞ്ഞ ദിനങ്ങളിലൊക്കെ തന്നെ നമ്മൾ കണ്ടത്. എന്നാൽ ഇന്നലെ ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു പ്രതികരണം നടത്തി. അദ്ദേഹം നടത്തിയ പ്രതികരണം ഒരുപക്ഷെ CPM-ന്റെ ഈ പറയുന്ന അണികളെ എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുന്ന ഒരു പ്രതികരണമാണ് മുഖ്യമന്ത്രിയിൽ നിന്നും ഉണ്ടായത്. മുഖ്യമന്ത്രി ഇന്നലെ ഒരു ചടങ്ങിനിടയിൽ തന്റെ പ്രസംഗത്തിൽ പറഞ്ഞത്, നടക്കാൻ പാടില്ലാത്ത സംഭവമാണ് ആ വിഷയത്തിൽ നടന്നത്. അതായത് മമ്മൂട്ടിക്കെതിരായിട്ടുള്ള സൈബർ ആക്രമണം ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത ഒന്നായിരുന്നു. മമ്മൂട്ടി ആ ചെറുപ്പക്കാരനോട്, നിങ്ങൾ എന്തിനാണ് എൻ്റെ കൂടെ ഇങ്ങനെ നടക്കുന്നത്, നിങ്ങൾ വിളിച്ചിട്ടാണ് വരുന്നതെന്ന് തോന്നില്ലേ, അതൊരു ബുദ്ധിമുട്ടാകുമെന്ന് മമ്മൂട്ടി വളരെ മാന്യമായ രീതിയിലാണ് പറഞ്ഞത് എന്ന് മുഖ്യമന്ത്രി പറയുന്നു. ഒപ്പം തന്നെ മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ മമ്മൂട്ടിക്കുണ്ടായ വേദനയിൽ പരസ്യമായിട്ട് മാപ്പ് ചോദിക്കുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായി. മുഖ്യമന്ത്രി പറഞ്ഞത്, ഞാൻ മമ്മൂട്ടിക്ക് എന്തെങ്കിലും ഈ വിഷയത്തിൽ വേദനയുണ്ടായിട്ടുണ്ടെങ്കിൽ CPM-ന്റെ ഏതെങ്കിലും നേതാക്കൾ ഇതിലുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതിൽ താൻ ക്ഷമ ചോദിക്കുന്നു, മാപ്പ് ചോദിക്കുന്നു എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ഒപ്പം തന്നെ മുഖ്യമന്ത്രി ചോദിച്ച വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യമുണ്ട്. CPM-ന്റെ സൈബറിടത്തെ ആളുകൾക്ക് മമ്മൂട്ടിയെ തിരിച്ചറിയാൻ കഴിയാത്ത കാലമാണോ, മമ്മൂട്ടി ആരെന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥയായോ എന്നുപോലും സ്വന്തം അണികളോട് മുഖ്യമന്ത്രിക്ക് ചോദിക്കേണ്ടി വന്നു. നമുക്കറിയാം, പിണറായി വിജയൻ എന്ന് പറയുന്നത് CPM-നെ സംബന്ധിച്ച് അവരുടെ മാർപ്പാപ്പയാണ്. പാർട്ടി സെക്രട്ടറിയെക്കാട്ടിലും മുകളിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന നേതാവാണ് പിണറായി വിജയൻ. പിണറായി വിജയൻ പറയുന്നതാണ് ഒരു വിഷയത്തിലെ പാർട്ടിയുടെ അവസാന വാക്ക്.
പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറയുന്നത് പോലും അല്ല അവർക്ക് വേദവാക്യം. മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്തു പറയുന്നു അതാണ് പാർട്ടിയുടെ അവസാന വാക്കെന്ന് പറയുന്നത്. എന്നാൽ ഈ വിഷയത്തിൽ കെ റഫീഖിനെ തള്ളിക്കൊണ്ട് മുഖ്യമന്ത്രി മമ്മൂട്ടിക്ക് പിന്തുണ അർപ്പിച്ചല്ലെങ്കിൽ മമ്മൂട്ടിക്ക് ആ വിഷയത്തിലുണ്ടായ വേദനയിൽ, മമ്മൂട്ടിക്കെതിരെ ആ വിഷയത്തിൽ നടന്ന സൈബർ അറ്റാക്കിൽ മുഖ്യമന്ത്രി തന്നെ മമ്മൂട്ടിയോട് ഖേദപ്രകടനം നടത്തുന്നു, മാപ്പ് ചോദിച്ചുകൊണ്ട് രംഗത്തെത്തുന്നു. അത് പക്ഷേ ഈ CPM-ന്റെ അണികൾക്ക് പിടിച്ചില്ല. മമ്മൂട്ടിയോട് മാപ്പ് പറഞ്ഞ മുഖ്യമന്ത്രിയുടെ നിലപാടിനെതിരെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒന്നടങ്കം വലിയ രീതിയിലുള്ള പ്രതിഷേധം നടക്കുകയാണ്. മുഖ്യമന്ത്രിയെ പോലും തള്ളിപ്പറയുന്ന ഒരു കാഴ്ച, പിണറായി വിജയനെ പോലും തള്ളിപ്പറയുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ കുറേ മണിക്കൂറുകളായിട്ട് കാണാൻ കഴിയുന്നതിൽ പ്രമുഖരായിട്ടുള്ള CPM-നോട് ചേർന്ന് നിൽക്കുന്ന സഹയാത്രികരുണ്ട്, പ്രമുഖരായിട്ടുള്ള മാധ്യമ പ്രവർത്തകരുണ്ട്, സാധാരണക്കാരുള്ള അണികളുണ്ട്. എല്ലാവരും തന്നെ ഈ പറയുന്നത് പോലെ മുഖ്യമന്ത്രിക്കെതിരെ ഉള്ള ഒരു സോഷ്യൽ മീഡിയ അറ്റാക്ക് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് മുഖ്യമന്ത്രിക്ക് പോലും ഇത്തരത്തിൽ പാർട്ടിയിൽ ഒരു രക്ഷയില്ലാത്ത സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറി മറിയുകയാണ്. മുൻപ് ഇപ്പോൾ ഈ വിഷയത്തിൽ കെ റഫീഖിനെ പിന്തുണച്ചുകൊണ്ട് പോസ്റ്റ് ഇട്ട അല്ലെങ്കിൽ വലിയ വായിൽ വർത്തമാനം പറഞ്ഞവരൊക്കെ തന്നെ ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഈ പോസ്റ്റുകളൊക്കെ മുങ്ങണോ എന്നുള്ള ആലോചനയിലാണ്. കാരണം മുഖ്യമന്ത്രി തങ്ങളുടെ പോപ്പാണ് ഈ വിഷയത്തിൽ കെ റഫീഖിനെ തള്ളി മമ്മൂട്ടിക്ക് പിന്തുണ അർപ്പിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. അതോടുകൂടി ഈ വെട്ടുകിളികളെല്ലാം തന്നെ വെട്ടിലായിരിക്കുന്ന ഒരവസ്ഥയിലാണ്. അവർക്കൊന്നും പറ്റാത്ത ഒരു സാഹചര്യമാണ് മുഖ്യമന്ത്രി സൃഷ്ടിച്ചിരിക്കുന്നത്. അതിൽ കലിപൂണ്ട ആളുകൾ അല്ലെങ്കിൽ അണികൾ എല്ലാവരും മുഖ്യമന്ത്രി പിണറായി വിജയനെ പോലും തെറി പറയുന്ന, അദ്ദേഹത്തെ പോലും ആക്രമിക്കുന്ന ഒരു നിലയിലേക്ക് പോയിരിക്കുന്നു. എന്ത് അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രി മാപ്പ് പറയുന്നത്? മുഖ്യമന്ത്രി പരസ്യമായിട്ട് മാപ്പ് പറഞ്ഞതാണ് ഇവരെയൊക്കെ തന്നെ ചൊടിപ്പിച്ചിരിക്കുന്നത്. എന്തിനാണ് അത്തരത്തിൽ പരസ്യമായിട്ട് മാപ്പ് പറയാൻ മുഖ്യമന്ത്രി പോയത്? അതിന്റെ ആവശ്യമില്ലായിരുന്നു. ഞങ്ങൾ ഇങ്ങനെ മമ്മൂട്ടിയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് വന്നതല്ലേ, അത് മുഖ്യമന്ത്രി കണ്ടില്ലേ? അതൊന്നും പരിഗണിക്കാതെ എന്തുകൊണ്ട് മുഖ്യമന്ത്രി ഇങ്ങനെ മമ്മൂട്ടിയോട് മാപ്പ് പറഞ്ഞു എന്നുള്ള ഒരു പരിവേദനമാണ് നമുക്ക് സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ കേൾക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ കഴിഞ്ഞ കുറേ മണിക്കൂറുകളായിട്ട് ഈ സംഭവത്തിന് ശേഷം മുഖ്യമന്ത്രി മമ്മൂട്ടിയോട് മാപ്പ് പറഞ്ഞതിന് ശേഷം നോക്കുകയാണെങ്കിൽ സോഷ്യൽ മീഡിയയിലെല്ലാം തന്നെ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളിലും അല്ലെങ്കിൽ അതിനോടുള്ള പ്രതികരണങ്ങളിലും ഒക്കെ തന്നെ മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള ചില പരാമർശങ്ങളും വിമർശനങ്ങളും ഒക്കെ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും ഈ പറയുന്ന പോലെ മമ്മൂട്ടിക്കെതിരായ സൈബർ ആക്രമണത്തെ തള്ളിപ്പറഞ്ഞ മുഖ്യമന്ത്രി, അതിൽ ക്ഷമ ചോദിച്ച മുഖ്യമന്ത്രി ഇപ്പോൾ സത്യം പറഞ്ഞാൽ CPM-ന്റെ അണികളിൽ നിന്നും വളരെ ശക്തമായിട്ടുള്ള അങ്ങേയറ്റം രൂക്ഷമായിട്ടുള്ള ഒരു സൈബർ ആക്രമണം നേരിടുന്നു എന്നതാണ് വളരെ വിചിത്രമായിട്ടുള്ള ഒരു കാര്യം.